ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ 3 നോമ്പുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. 4ാമത്തെ നോമ്പിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഉള്ളത്. ഇത്രയും ദിവസത്തെ നോമ്പും നമസ്കാരവും തറാവീഹുമെല്ലാം അള്ളാഹു സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഈ വിശുദ്ധ റമദാനിന് സാക്ഷിയാകാൻ സാധ്യമാകാതെ നമ്മിൽ നിന്നും മരണമടഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം കരുതിയിരുന്നത് ഈ റമദാനിൽ അവർ ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവർക്ക് മടങ്ങേണ്ടി വന്നു. അവരിന്ന് ഖബറിനടിയിലാണ്. അള്ളാഹു അവർക്കെല്ലാം അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മെ അള്ളാഹു വീണ്ടും ആയുസ് നൽകിക്കൊണ്ട് ഈ റമദാനിലേക്ക് എത്തിച്ചു എന്നതിൽ നമ്മൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതുപോലെ തന്നെ മറ്റൊരു കാരണം, ഈ റമദാനിലേക്ക് അടുക്കുന്ന സമയം വരെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുകയും റമദാനിൽ നോമ്പ് നോൽക്കണമെന്ന് പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്ത പല സുഹൃത്തുക്കളും പെട്ടെന്ന് രോഗങ്ങൾക്ക് അടിമയായി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ കുടുംബത്തിലുണ്ട്, സുഹൃത്തുക്കളിലുണ്ട്, നാട്ടുകാരിലൊക്കെ ഉണ്ട്. അവരിന്ന് ഹോസ്പിറ്റലുകളിലാണ്. പലരും ഹോസ്പിറ്റലിന്റെ വരാന്തയിലാണ് അവരുടെ കുടുംബങ്ങൾ ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് അള്ളാഹു ആരോഗ്യം നൽകി ഈ റമദാനിലേക്ക് പ്രവേശിക്കാനും നോമ്പ് നോൽക്കാനുമുള്ള സൗകര്യം നൽകി എന്നത് നാം ഏറെ തിരിച്ചറിഞ്ഞ് നന്ദി കാണിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ്. റമദാൻ വീണ്ടും നമുക്ക് ലഭിച്ചു എന്നത് മഹാഭാഗ്യമാണെന്ന് പറയാനുള്ളൊരു കാരണം, ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരു സ്വഹാബി ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിലുണ്ടായിരുന്ന കാര്യം, 2 പേര് ഒന്നിച്ച് മുസ്ലിമായി. അങ്ങനെ അവർ ഒന്നിച്ച് ജീവിച്ച് 2 പേരും മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ഒരാള് മരിച്ചത് യുദ്ധക്കളത്തിൽ വെച്ച് ഷഹീദായിക്കൊണ്ടാണ്. മറ്റേ ആളാകട്ടെ സാധാരണ വിരിപ്പിൽ കിടന്നുകൊണ്ട് രോഗം വന്ന് അങ്ങനെ മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. എന്നാൽ നാളെ പരലോകത്ത് ഇവർ 2 പേരും സ്വർഗ കവാടത്തിൽ വരുന്ന സന്ദർഭത്തിൽ അവിടെ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സ് പറയുക ആ ഷഹീദായ വ്യക്തിയായിരിക്കുമെന്ന്. എന്നാൽ ഷഹീദല്ല, ആ വിരിപ്പിൽ കിടന്ന് മരിച്ച വ്യക്തിയാണത്രേ ആദ്യം സ്വർഗത്തിൽ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതിവർക്ക് വലിയ അത്ഭുതമായി. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇതിനെക്കുറിച്ച് വിവരിക്കപ്പെട്ടു. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, എന്താ നിങ്ങൾ ഇത്ര അത്ഭുതപ്പെടാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അല്ല പ്രവാചകരെ, ഒരാള് ഷഹീദായ ആളാണ്, ഒരാൾ സാധാരണ വിരിപ്പിൽ കിടന്ന് മരിച്ച ആളാണ്. പക്ഷെ അയാളാണ് ആദ്യം സ്വർഗത്ത് പോയത്. അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാകണില്ല. അപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, അയാള് ഷഹീദായതിനു ശേഷം മറ്റേ ആള് പിന്നെ 1 വർഷം കൂടി ജീവിച്ചോ എന്ന് ചോദിച്ചു. കാലും, അപ്പൊ അവര് പറഞ്ഞു, ബല, അതേ റസൂലെ, അദ്ദേഹം ഷഹീദായ ശേഷം മറ്റേ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 വർഷം ജീവിച്ചിട്ടുണ്ട്. കാല, അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, വഅദ്റക റമളാന ഫസ്വാമ വസല്ല കദാ വകദാ മിൻ സജ്ദതി ഫി സന. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം ഷഹീദായ ശേഷം ഈ ആള് പിന്നെ 1 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വീണ്ടും ഒരു റമളാനിന് സാക്ഷിയായിട്ടുണ്ട്. അദ്ദേഹം ആ റമളാനിൽ നോമ്പ് നോറ്റിട്ടുണ്ട്, ധാരാളം ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്, സുജൂദുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്തത് കൊണ്ട് തന്നെ ഒരു റമളാൻ അയാൾക്ക് കിട്ടി എന്നതുകൊണ്ട് തന്നെ ഈ ഷഹീദിനെ അപേക്ഷിച്ച് ഇദ്ദേഹം കുറച്ച് മുന്നിൽ നിന്നു എന്നാണ്. അതിന് കാരണമായി പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്താ?
വഅദ്റക റമളാൻ ഫസ്വാമ, ഒരു റമളാൻ കിട്ടി എന്നിട്ട് നോമ്പ് നോറ്റു എന്നാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായോ എന്ന് ചോദിച്ചു. കാലു അവര് പറഞ്ഞു ബല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് റസൂലെ. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി പറയാണ് ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, എന്നാൽ ഇവർ രണ്ടുപേരും പ്രതിഫലത്തിന്റെ വിഷയത്തിൽ എത്ര വ്യത്യാസമുണ്ട് എന്നറിയോ? ആകാശഭൂമികളോളം വ്യത്യാസമുണ്ട്. അതിന്റെ വലിപ്പം എത്രയും നോക്കൂ നിങ്ങൾ, അത്രമേൽ വ്യത്യാസമുണ്ട്. അതെന്തേ കാര്യം? ഒരു വർഷം കൂടി ജീവിക്കാൻ കഴിഞ്ഞു, അത്രയും കാലം ഇബാദത്തെടുത്തു, അതിൽ പ്രധാനമായ ഒരു റമദാൻ വന്നു, ആ നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചു. ഈ കാരണം കൊണ്ട് അയാൾ മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. പക്ഷെ ഇത് നമുക്ക് പലർക്കും അങ്ങനെ എത്രമാത്രം ഒരു മഹത്വം ഈ റമദാനിനുണ്ട്, നോമ്പിനുണ്ട് എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. റമദാനിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വേണം. അതിൽ ഒന്നാമത്തതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് നോമ്പ് നോൽക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ ചൂടുള്ള കാലാവസ്ഥയാണ്. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2023 എത്രയോ വർഷങ്ങൾക്ക് ശേഷം വലിയ ചൂട് അടയാളപ്പെടുത്തിയ ഒരു വർഷം എന്ന് പറയുന്നത്. ഈ വർഷവും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് കാലത്ത് നോമ്പ് നോൽക്കുക എന്നത് കുറച്ച് പ്രയാസകരമായ കാര്യം തന്നെയാണ്. അപ്പൊ ആ പ്രയാസമുള്ളൊരു കാര്യമായിക്കൊണ്ട് അതിനെ ഒരു പ്രയാസമായി കാണാതെ, ബുദ്ധിമുട്ടായി കാണാതെ, ഒരു നീരസത്തോടു കൂടി കാണാതെ, അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ നോമ്പുമായി മുന്നോട്ട് പോകേണ്ടത്. കാരണം ഒരു നോമ്പനുഷ്ഠിച്ചാൽ 70 വർഷത്തെ വഴി ദൂരം അള്ളാഹു അവനെ നരകാഗ്നിയിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുമെന്നാണ്. ഒരൊറ്റ നോമ്പിന് 70 വർഷത്തെ വഴി ദൂരം. 70 വർഷം ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്യും? അത്രയും ദൂരം നരകാഗ്നിയിൽ നിന്ന് നോമ്പുകാരനെ അള്ളാഹു വിദൂരത്താക്കുമെന്നാണ്. അവ 30 നോമ്പ് നോറ്റാൽ എത്രമേൽ ദൂരേക്കാണ് അദ്ദേഹം പോവുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ ചൂടുണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്ന ചൂട്. ഈ ജുമുഅ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വന്നിരിക്കുന്നത് ഒരു പക്ഷേ പല വാഹനങ്ങളിലായിരിക്കും. ആ കാറുകളിലേക്ക് നമ്മൾ വീണ്ടും കയറാൻ ശ്രമിക്കുമ്പോൾ അതിലിരിക്കാൻ കഴിയില്ല, അത്രമേൽ ചൂടാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക. പക്ഷെ അതിന്റെ AC വർക്ക് ചെയ്യുന്നതോടുകൂടി, അതിന്റെ വിൻഡോ നമ്മൾ താഴ്ത്തുന്നതോടുകൂടി നമുക്കൊരു ആശ്വാസം കിട്ടും. എന്നാൽ AC വർക്ക് ചെയ്യാതെ, വിൻഡോ താഴ്ത്താതെ ആ ചൂട് അതിൽ തന്നെ നിലനിൽക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതിന്റെ എത്രയോ ഇരട്ടിയാണ് നാളെ നരകത്തിൽ കത്തുന്ന തീ എന്ന് പറയുന്നത്. ഇവിടെ നാം ഉപയോഗിക്കുന്ന തീയിന്റെ 70 ഇരട്ടിയാണ് നാളെ നരകാഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ചൂടും ഈ പ്രയാസവും അല്പം ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് എത്രയോ ദൂരങ്ങളിലേക്ക്, അകലങ്ങളിലേക്ക് അള്ളാഹു അവന്റെ അടിമകളെ കൊണ്ടുപോകുന്ന അത്രയും ഫലപ്രദമായ ഒരു ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. ആരെങ്കിലും സാധാരണ ആളുകൾക്ക് നന്നാകാൻ പ്രയാസം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഒരുപാട് കുരുത്തക്കേട് കാണിച്ച ആളാണ്, എന്നെന്ന് ഇനി അള്ളാഹ് എന്തെയില്ല ഒരിക്കലും സ്വീകരിക്കൂല എന്ന ഒരു ധാരണ വെച്ചുകൊണ്ടാണ് ആളുകൾ പോകുന്ന വഴിക്ക് തന്നെ പോകാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല. മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഈമാനോടും ഇഹ്തിസാബോടും കൂടി ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവനും അവന് പുറത്തു കൊടുക്കുമെന്നാണ്. ഇതിലും വലിയൊരു ഓഫർ നമുക്ക് വേറെ എന്താണ് കിട്ടാനുള്ളത്? നോമ്പ് അതിന്റെ ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് നമ്മളൊരു ചാണ് മുകളിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന, ആരെയും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ആ പരലോക ദിനത്തിൽ ശുപാർശ പറയുമെന്നാണ്. അല്ലാഹുവേ, ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, ഇവൻ നോമ്പ് നോറ്റവനാണ്, ഇവൻ പകൽ നിനക്ക് വേണ്ടി പട്ടിണി കിടന്നവനാണ് എന്ന് നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ പറയുമെന്നാണ്. അപ്പോ ഇഹലോകത്തും പരലോകത്തും ഒട്ടനവധി പ്രയോജനങ്ങൾ ലഭിക്കുന്ന വലിയൊരു മഹത്വരമേറിയ ഇബാദത്താണ് നോമ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ നോമ്പിന്റെ ദിനരാത്രങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത്. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം, റമളാനിന്റെ ഈ പുണ്യ നിമിഷങ്ങൾ, ഇതിന്റെ മഹത്വം നമ്മൾ പറഞ്ഞല്ലോ. ഈ പുണ്യ നിമിഷങ്ങൾ അപഹരിക്കുന്ന എന്തെല്ലാം നമ്മുടെ അടുത്തുണ്ടോ അതെല്ലാം നമ്മൾ ബോധപൂർവം മാറ്റിവെക്കണം. പണ്ടൊക്കെ റമളാൻ മാസമായി കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തെറ്റ് കാണാൻ പാടില്ല, തിന്മകൾ ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, അനാവശ്യം കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഈ പുതിയ കാലത്ത് അങ്ങനെ പറഞ്ഞാൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആർക്കെങ്കിലും ഒരു വൃത്തികെട്ട എന്തെങ്കിലും ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് അതിന്റെ കേന്ദ്രം തേടി പോകേണ്ടിയിരുന്നു, ഒരു സിനിമാശാലയിൽ പോകേണ്ടിയിരുന്നു, അതുപോലെയുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് പോകേണ്ടിയിരുന്നു.
അങ്ങനെ എന്തൊക്കെ ഹറാമുകളുണ്ടോ ആ ഹറാമിന്റെ സ്ഥലത്തേക്ക് അന്വേഷിച്ചു പോകേണ്ടിയിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇതെല്ലാം നമ്മുടെ പോക്കറ്റിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു യന്ത്രം, ഒരു സാമഗ്രി നമ്മുടെ എല്ലാവരുടെയും ഫോണിലുണ്ട്. ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു ഫോണുണ്ട് എങ്കിൽ പള്ളിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഇരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഒരല്പം എന്തെങ്കിലും ഒരു ദോഷവൃത്തി നമ്മളെ മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ, ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു വൃത്തികേട് കണ്ടാൽ അതിന്റെ പിന്നാലെ പോകാൻ സാധ്യത ഏറെയാണ്. ഒരു ബെഡ്റൂമിൽ അല്പം ഒന്ന് കുറ്റിയിട്ട് ഒറ്റയ്ക്കിരുന്നാൽ എന്തും കാണാവുന്ന അവസ്ഥയാണ്. എന്താണ് ഞാൻ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മറ്റൊരാൾക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ച നമ്മൾ കർശനമായി അതിന് നിയന്ത്രണം വെച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നോമ്പ് ബാത്തിലാകാൻ വേറെ എവിടെയും പോകേണ്ടി വരില്ല. ഖാല അബൂ അബ്ദുല്ലാഹി ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ, ഈ രണ്ട് സഹാബിമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇദാ സുംത, നിങ്ങൾ ആരെങ്കിലും നോമ്പ് നോറ്റാൽ, ഫൽ യസും, നിങ്ങൾ നോമ്പ് നോറ്റാൽ, സംഉക, നിങ്ങളുടെ കാതിന് നോമ്പുണ്ടാകട്ടെ. നിങ്ങൾ ആരെങ്കിലും വ്രതമനുഷ്ഠിച്ചാൽ ഫൽ യസും സംഉക, നിങ്ങളുടെ കാത് നോമ്പനുഷ്ഠിക്കട്ടെ. വബസറുക, നിങ്ങളുടെ കണ്ണ് നോമ്പനുഷ്ഠിക്കട്ടെ. വലിസാനുക, നിങ്ങളുടെ നാവ് നോമ്പനുഷ്ഠിക്കട്ടെ. എന്തിനെ തൊട്ട്? അനിൽ കദിബി വൽ മഹാരിമി, കളവിലെ തൊട്ടുകൊണ്ടും ഹറാമായ കാര്യങ്ങളെ തൊട്ടുകൊണ്ടും. വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നത് മാത്രമല്ല നോമ്പ്, പട്ടിണി കിടക്കൽ മാത്രമല്ല നോമ്പ്. കമ്മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ്, എത്രയെത്ര നോമ്പുകാരുണ്ട്, അവരുടെ നോമ്പ് കൊണ്ട് വെറും പട്ടിണി മാത്രമല്ലാതെ വേറെ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തുകൊണ്ടാ? നോമ്പിന്റെ കൂടെ അനാവശ്യങ്ങൾ പറയുക, പ്രവർത്തിക്കുക, കാണുക, കേൾക്കുക, അതിൽ അഭിരമിക്കുക, അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ നോമ്പ് നോറ്റത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപകാരവും ഇല്ല എന്നാണ്. അതുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമത്തെ, ഇന്റർനെറ്റ് ഉള്ള ഫോണിലൂടെ വരുന്ന ഈ അനാവശ്യങ്ങൾ, വൃത്തികേടുകൾ കണ്ട് ആസ്വദിക്കുകയും പട്ടിണി കിടക്കുകയും ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, വദഅൽ ജാർ, അയൽവാസിയെ ഒരിക്കലും നീ ദ്രോഹിക്കരുത്, അയൽവാസിയെ നീ ബുദ്ധിമുട്ടിക്കരുത്. അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നോമ്പ് നോറ്റത് കൊണ്ട് കാര്യമില്ല. പിന്നെ പറഞ്ഞതോ, വൽയകുൻ അലൈക വഖാറും വസകീന, നിങ്ങൾക്കൊരു ഗാംഭീര്യതയും ഒരച്ചടക്കവും നിങ്ങൾക്ക് യൗമു സൗമിക, നോമ്പിന്റെ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടാകണം. ഒരു നോമ്പുകാരനാണ് എന്നൊരു വഖാർ, ഒരു ഗാംഭീര്യം നിങ്ങൾക്കുണ്ടാകണം. ഞാനൊരു സാധാരണ അവസ്ഥയിലല്ല എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. വലാ തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാഅൻ, നിനക്ക് നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെയാണെന്ന് നീ വിചാരിക്കരുത്. നോമ്പുള്ള സമയത്ത് കുറച്ച് കൂടുതൽ ജാഗ്രത ഇത്തരം കാര്യങ്ങളിൽ കാണിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, റമളാനിന്റെ പുണ്യ നിമിഷങ്ങൾ അപഹരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നമ്മൾ കുറക്കണം. അനാവശ്യം ഒരു കാരണവശാലും കാണരുത്. ആവശ്യമുള്ളത് തന്നെ ടൈം ലിമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം കാണേണ്ടത്. അതല്ലാതെ ഖുർആൻ കയ്യിലെടുക്കും, മറ്റേ കയ്യിൽ ഫോൺ ഉണ്ടാവും. ഈ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ അതിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വരും, അതിലേക്ക് നോക്കും, പിന്നെ ഖുർആനുള്ള എടുത്ത് നോക്കും, പിന്നെ അതിന്റെ പിന്നാലെ പോകും. ആ സമയം നോക്കും. അങ്ങനെ റമദാൻ പോകാൻ വലിയ സമയമൊന്നുമില്ല. പെട്ടെന്ന് ഇപ്പൊ ഈ 2-3 ദിവസം തന്നെ എത്രത്തോളം നമുക്ക് ഇതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ എനിക്ക് രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഫോണിനെ നിയന്ത്രിച്ചാൽ മാത്രമേ ഈ നോമ്പിനെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തെ ഒരു കാര്യം, റമദാനിന്റെ റൂഹിനെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. എന്താണ് ഈ റമദാനിന്റെ റൂഹ് എന്ന് പറഞ്ഞാൽ? അതായത് 12 മാസം ഉണ്ടല്ലോ, ഇത് റമദാൻ മാസമാണ്, മുമ്പത്തെ ഷാബാ മാസമാണ്, ഇനി ശവ്വാൽ മാസമാണ് വരാന്. ഇങ്ങനെ ഓരോ മാസങ്ങളുണ്ട്. ഈ മാസങ്ങളിൽ റമദാന് മാത്രം എന്ത് ഒരു പവിത്രത വരാൻ കാരണം, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമദാൻ, റമദാൻ മാസത്തിലാണ്, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ, ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ,
ജനങ്ങൾക്ക് മാർഗനിർദ്ദേശമായി കൊണ്ടും സത്യാസത്യ വിവേചനമായി കൊണ്ടും ഇറക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായിരിക്കുന്നത് റമദാൻ മാസത്തിലാണ്. ഫമൻ, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഷഹിദ മിൻകും, ആ റമദാൻ മാസത്തിന് സാക്ഷിയായാൽ, അശ്ശഹ്റ, ആ മാസത്തിന്, ഫൽയസുംഹു, അവൻ നോമ്പ് നോൽക്കട്ടെ. അപ്പൊ എന്താ റമദാനിൽ നോമ്പാകാൻ കാരണം? റമദാനിൽ നോമ്പാകാൻ കാരണം റമദാനിൽ ഖുർആൻ ഇറങ്ങി എന്നതാണ് ഇതിന്റെ കാരണം. അപ്പൊ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ റൂഹ് എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ ഖുർആൻ. അപ്പൊ റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആനുമായി എത്രത്തോളം നമ്മൾ ബന്ധപ്പെടുന്നുവോ അത് അയാളാണ് ശരിക്കും റമദാനിനെ പ്രയോജനപ്പെടുത്തി എന്ന് പറയാൻ കഴിയുള്ളൂ. മുൻഗാമികളൊക്കെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കൂടുതൽ സമയം കണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം സുഫിയാൻ സൗരി ഇദാ ദഖല റമദാൻ, സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് ദഖല റമദാൻ മാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തറക ജമീഉൽ ഇബാദ വ അഖ്ബല അലാ ഖിറാഅത്തിൽ ഖുർആൻ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യും? റമദാൻ മാസത്തിന് വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് കൂടുതൽ സമയം അവിടെ മാറ്റിവെച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ അറിയോ? ഖുർആൻ ഓതുമ്പോഴും വേണം നേരത്തെ നോമ്പ് വെക്കുന്ന പോലെ പറഞ്ഞ പോലെ ഒരു കാര്യം, എന്ത്? ഒരു ലഫ്ള്, ഒരൊറ്റ ലഫ്ള് ചുണ്ടെന്ന് പുറത്തേക്ക് വന്നാൽ 10 കൂലിയാണ് കിട്ടുന്നത്, 10 പ്രതിഫലം. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസനത്തുൻ വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. 10 പ്രതിഫലമാണ് ഒരു ഹർഫിന്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫൻ, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഒരു ഹർഫാണെന്ന് ഞാൻ പറയില്ല. പിന്നെയോ വലാകിൻ അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരു ഹർഫാണ്, വലാമുൻ ഹർഫുൻ, ലാം രണ്ടാമത്തേതാണ്, വമീമുൻ ഹർഫുൻ, മീം മറ്റൊരു ഹർഫാണ്. അപ്പൊ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 30 പ്രതിഫലം, 30 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നാണ്. ആലോചിക്കുക. അപ്പൊ ഒരു പേജാണ് ഓതി, ഒരു പേജ് 2.5 മിനിറ്റ് മതി. 2.5 മിനിറ്റ് കൊണ്ട് ഒരു പേജ് ഓതുമ്പോ എത്രയാ പ്രതിഫലം കിട്ടുന്നത്? ഈ ബോധമൊന്നുമില്ലാതെ ഖുർആൻ ഓതുന്നോടാണ്. ഖുർആൻ ഓതുമ്പോ ഉറങ്ങുക, ചാരി ഇരിക്കുക, കൂട്ടുവായിടുക, കിടന്നുരുളുക, ഇതൊക്കെ സംഭവിക്കണം. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എന്താ ഈ ഖുർആൻ ഓതിയോണ്ട് കിട്ടുന്നത് എന്നുള്ളൊരു ഓർമ്മയൊന്നും മനസ്സിലില്ല. അതുകൊണ്ടാണ് ഇത് ഓതുമ്പോ ലഫ്ള് വായിന്ന് വരുമ്പോ ഇങ്ങനെ ഒരു പ്രതിഫലം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, പരലോകത്ത് നോമ്പ് ശുപാർശ പറയും. അവിടെ ശുപാർശ പറയുന്ന മറ്റൊരാളാരാ? ഇഖ്റഊൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആൻ നിങ്ങൾ എത്രത്തോളം ഓതുന്നുവോ അതിനനുസരിച്ച് പരലോകത്ത് നിങ്ങൾക്ക് ആ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ശഫാഅത്ത് നൽകും, ശഫാഅത്ത് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഖുർആനുമായി അഭേദ്യമായി ബന്ധമുള്ള എത്രത്തോളം അത് പാരായണം ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ, പകർത്താൻ പറ്റുമോ അത്രയും നമുക്ക് ചെയ്യാൻ കഴിയണം. ദിവസങ്ങൾ കടന്നു പോകുന്നു. അതുകൊണ്ട് നന്നായി അതിനൊരു പ്ലാൻ ഉണ്ടാക്കി ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം റമദാൻ മുന്നോട്ട് പോകേണ്ടത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമസ്കാരം റമദാൻ അല്ലാത്ത കാലത്തും നിർബന്ധമാണ്, റമദാനിലും നിർബന്ധമാണ്. പക്ഷേ റമദാനിൽ നമസ്കാരം ഒന്ന് ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കും, വിചാരിച്ചാൽ കഴിയും. ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ, റമദാൻ മാസമായപ്പോ ജമാഅത്തിന് ആള് കൂടിയില്ലേ? പിന്നെ കടകളൊക്കെ റമദാൻ മാസമാകുമ്പോൾ പെട്ടെന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അടക്കും. മിക്കവാറും കടകളൊക്കെ അടക്കും, അങ്ങാടികൾ വിജനമാകും. ഇത് അള്ളാഹ് നമുക്ക് നൽകുന്ന വലിയൊരു മനസ്സാണത്. അത് നമ്മൾ ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ജമാഅത്ത് നമസ്കാരം ഞാൻ റമദാനിൽ ഒരൊറ്റ ഒന്നും ഒഴിവാക്കൂല എന്ന് നമ്മൾ ഉറപ്പ്. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്, കച്ചവട കേന്ദ്രങ്ങളില്, സ്കൂളുകളില്, ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ഓരോ നമസ്കാരത്തിന്റെ സമയത്തും എവിടെയാണ് ഉണ്ടാവുക എന്ന് ആലോചിക്കുക. അവിടുത്തെ ജമാഅത്ത് നിസ്കാരത്തിന്റെ ടൈം നമ്മൾ നോട്ട് ചെയ്യാം. ഒന്നുമില്ല, ഈ ഒരു ബോർഡിന്റെ ഫോട്ടോ മൊബൈലിൽ എടുത്തു വെച്ചാൽ മതി, നമുക്ക് നോക്കാൻ പറ്റും എപ്പോഴാണ് നിസ്കാരം. ആ സമയമാകുമ്പോൾ വണ്ടി പോകുന്ന ആളുകൾ ഏത് പള്ളിയാണോ പള്ളി കണക്കൂട്ടി അവിടെ ഇറങ്ങി നിസ്കരിക്കുന്ന രൂപം. അങ്ങനെ നമസ്കാരം, ജമാഅത്ത് നമസ്കാരം ഒരു ശീലമാക്കി മാറ്റുക. കാരണം സ്വലാത്തുൽ ജമാഅത്തി തഫ്ദുലു സ്വലാത്തുൽ ഫർദി ബി27 ദറജ എന്ന്. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നമസ്കരിക്കുന്നത് 27 ഇരട്ടിയാണ് പ്രതിഫലം എന്നാണ്. ഒരു റുക്കൂ ചെയ്യുമ്പോ 27 റുക്കൂവിന്റെ കൂലി, ഒരു സുജൂദ് ചെയ്യുമ്പോ 27 സുജൂദിന്റെ പ്രതിഫലം. ഇത് കിട്ടണമെങ്കിൽ എന്തേ? ആ ജമാഅത്ത് സമയത്ത് അവിടെ എത്തിപ്പെടണം, അത് മനസ്സിലുണ്ടാകണം. അപ്പൊ റമദാൻ അത് ശീലിക്കാനും പിന്നീടുള്ള മാസം അത് തുടരാനുള്ള ഒരു പരിശീലനത്തിന്റെ മാസമായി കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. അപ്പൊ നാലാമത് ഞാൻ സൂചിപ്പിക്കുന്നത് ജമാഅത്ത് നമസ്കാരം നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ ചേർത്ത് പിടിക്കണം. അത്യപൂർവമായി ചിലരിൽ കാണുന്ന സ്വഭാവം പട്ടിണി കിടക്കും നല്ലോണം, പക്ഷെ മര്യാദക്ക് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ നോമ്പ് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആദ്യം നിസ്കാരമാണ്, എന്നിട്ടാണ് നോമ്പ്.
അപ്പൊ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റമദാനിൽ നമുക്ക് ധാരാളം സമയം കിട്ടും. ആ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥന കൂടുതൽ അധികരിപ്പിക്കണം. കാരണം എന്താ പറയുക, റമദാനിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. സലാസത്തുൻ, മൂന്നാളുകൾക്ക് ലാ തുറദ്ദു ദഅവതുഹും, അവരുടെ പ്രാർത്ഥന അല്ലാഹു തട്ടുകയില്ല, ഒഴിവാക്കുകയില്ല, സ്വീകരിക്കാതിരിക്കുകയില്ല. അതിൽ ഒന്നാമത്തെ ആളാരാ? അസ്വാഇമു ഹത്താ യുഫ്തിറ, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്നതുവരെ ഒരു നോമ്പുകാരനായിരിക്കെ അയാൾ അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹു കേൾക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിന് ഉത്തരം കിട്ടുമെന്നാണ്. അപ്പൊ ഈ നോമ്പിന്റെ 30 ദിവസം എപ്പോ ടൈം കിട്ടിയോ അപ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കാണേണ്ടതുണ്ട്. ആ പ്രാർത്ഥന ആരോടായിരിക്കണം? വൈദാ സഅലക ഇബാദി അന്നീ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറയണം ഫഇന്നീ ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, ആരാണോ എന്നോട് പ്രാർത്ഥിക്കുന്നത് അവന് ഞാൻ ഉത്തരം കൊടുക്കും. ഫസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ, അതുകൊണ്ട് അവർ എനിക്കുത്തരം നൽകട്ടെ, അവർ എന്നിൽ വിശ്വസിക്കട്ടെ, എന്നാൽ അവർ നേർമാർഗം സിദ്ധിച്ചവരെ ആയേക്കാം. അപ്പൊ റമദാൻ മാസത്തിൽ അല്ലാത്ത മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യം. ഒന്ന് പ്രാർത്ഥിക്കണം, രണ്ടാമത്തത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ഈ റമദാനിൽ പോലും അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ആളുകൾ വകുപ്പുണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി റമദാൻ 17 വരുമ്പോ കാണാം ആരോടാ പ്രാർത്ഥിക്കുക. ബദരീങ്ങളുടെ പേരിൽ പ്രത്യേക ആണ്ട്, പ്രത്യേകമായ ഇബാദത്തുകൾ, കാര്യങ്ങളൊക്കെ. ബദരീങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയുകയും വിശ്വസിക്കുകയും അതിനുവേണ്ടി പോരാടി ഷഹീദാവുകയും ചെയ്തവരാണ്. എന്നിട്ട് നമ്മൾ ആവശ്യങ്ങളൊക്കെ ബദരീങ്ങളോട് അങ്ങോട്ട് പറയാം. ഇതല്ല ഏറ്റവും വലിയ ശിർക്ക് എന്ന് പറയുന്നത്? ബദരീങ്ങളെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. പക്ഷേ അവരോട്, അള്ളാഹുവിനോട് പറയുന്നത് അവരോട് നമ്മൾ പറയാൻ പാടില്ല. ഒരിക്കലും പറയാം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ എന്തൊക്കെ ആവശ്യങ്ങൾ നമുക്കുണ്ടോ അത് മുഴുവൻ അള്ളാഹിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ. അത് പടപ്പുകളോടോ മരിച്ചുപോയവരോടോ ആരോടും പറയാൻ പാടില്ല. എന്നാൽ ഈ റമദാൻ മാസത്തിൽ പോലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ, റമദാനിൽ ഒരു സ്പെഷ്യൽ മങ്കൂസ് മൗലീദ് കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ അകപ്പെടരുത്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റിയ കുറെ സന്ദർഭങ്ങൾ അത് സാധാരണക്കാർക്ക് പലപ്പോഴും അറിയില്ല. അതിൽ ഏറ്റവും പ്രധാനമാണെന്ത്? ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയം. അപ്പൊ നമ്മൾ ഏത് പള്ളിയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ കയറി വന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ അവിടെ അങ്ങനെ ഈ ടൈം ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കലണ്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ടൈം അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് ടൈം ഉണ്ടാവും. ചില ആളുകൾ ആ സമയത്ത് അസ്വസ്ഥനായി ഇങ്ങനെ ഇരിക്കും. എന്താ സമയമാകാത്തത്, എന്താ നിസ്കരിക്കാത്തത്? ഒരിക്കലും അസ്വസ്ഥതപ്പെടേണ്ടതില്ല. ആ 10 മിനിറ്റ് സമയം അവിടെ ഒന്നാമത്തെ സെഫിൽ വന്ന് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയിൽപ്പെട്ടൊരു കാര്യമാണ്. ബാങ്കിനും ഇക്കാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന. ആ സമയത്ത് മൊബൈൽ എടുത്ത് കളിക്കല്ല വേണ്ടത്. ആ സമയത്ത് അടുത്തിരിക്കുന്ന ആളോട് വർത്താനം പറയല്ല വേണ്ടത്. ആ സമയത്ത് അള്ളാഹിനോട് നമുക്ക് എന്തൊക്കെ സങ്കടങ്ങൾ പറയാനുണ്ട്, ആ സങ്കടങ്ങൾ മുഴുവനും പറയാനുള്ള സമയമാണ്. അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങള്, സുജൂദിൽ കിടക്കുന്ന വേളകള്, ഇങ്ങനെ അനവധി സമയങ്ങൾ റമദാൻ മാസത്തിലുണ്ട്. അത് ഇസ്തിഗ്ഫാർ നടത്താനും തൗബ നടത്താനും ദുആ നടത്താനും ഒക്കെ ആ സമയങ്ങൾ കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രാർത്ഥിക്കണ പ്രാർത്ഥനയെ കണ്ട് ആകാശത്തേക്ക് ഉയർന്നാണ് പോണെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്നറിയോ? നമുക്ക് മറ്റുള്ളവരുമായി യാതൊരു പിണക്കവുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. 2 ആളുകൾ തമ്മിൽ തെറ്റി നടക്കുകയാണ് എങ്കിൽ അവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മുകളിലേക്ക് ഉയരൂല എന്നാണ്. അത് മലക്കുകൾ പറയും അവർ തമ്മിൽ നന്നാകട്ടെ, ഇവർ 2 ആളും തമ്മിൽ നന്നാകട്ടെ, എന്നാലേ ആ പ്രാർത്ഥന ഉയരുള്ളൂ. അപ്പൊ എന്തിനാണ് നമ്മള് റമദാൻ മാസത്തിൽ വെറുതെ വെള്ളം മുക്കിയിട്ട് പാറമ കൊണ്ടുപോയി ഒഴിക്കണ പോലെ കുറെ നോമ്പ് നോറ്റ് അധ്വാനിച്ച് പ്രയാസപ്പെട്ട് സമ്പത്ത് കൊടുത്ത് പ്രാർത്ഥിച്ചൊക്കെ, പക്ഷേ എളാപ്പയായിട്ട് മുണ്ടണില്ല, വാപ്പയായിട്ട് തെറ്റിലാണ്, അയൽവാസിയായിട്ട് തെറ്റിലാണ്, അനുജനുമായിട്ട് തെറ്റിലാണ്. ആ തെറ്റ് ഒഴിവാക്കാൻ ഞാൻ മുൻകൈ എടുക്കൂല. എന്റെ അടുത്തൊരു കുഴപ്പമല്ല, അവന്റെ അടുത്താണ് കുഴപ്പം. ഇതാണ് എല്ലാവരും ന്യായം പറയാറുള്ളത്. മറ്റേ ആളോട് ചോദിച്ചാൽ അയാളും അതന്നെ പറയാം. സഹോദരങ്ങൾ, അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. മനസ്സ് നമ്മൾ കുറച്ച് ചെറുതായാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സമൂഹം നമ്മൾ ആദരിക്കുകയും ചെയ്യുള്ളൂ, ബഹുമാനിക്കുകയും ചെയ്യുള്ളൂ. അയാൾ ഒരു തെറ്റും ചെയ്തിട്ട് എന്നിട്ടും അവൻ പോയി സലാം പറഞ്ഞു,
എന്നേ പറയുള്ളൂ. അതുകൊണ്ടൊന്നും സംഭവിക്കൂല. അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ പ്രതിഫലം കിട്ടും. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും. സുഇല ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, കൈഫ കുൻതും തസ്തഖ്ബിലൂന റമളാൻ, നിങ്ങൾ എങ്ങനെയാണ് റമളാനിനെ സ്വീകരിച്ചിരുന്നത്? ഖാല, അവിടുന്ന് പറഞ്ഞു, മാ കാന അഹദുനാ യജ്റു അലാ ഇസ്തിഖ്ബാലിൽ ഹിലാൽ വഫി ഖൽബിഹി ദർറത്തു ഹിഖദൻ അലാ അഖിഹിൽ മുസ്ലിം. ഞങ്ങളിൽ ഒരാളും മറ്റൊരു മുസ്ലിമായ സഹോദരനോട് വിരോധത്തിന്റെ ഒരംശം പോലും, ദർറത്ത് പോലും, ഒരംശം പോലും മനസ്സിൽ വെച്ചുകൊണ്ട് മാസപ്പിറവിയെ സ്വീകരിക്കാൻ ഞങ്ങൾ ധൈര്യപ്പെടാറില്ലായിരുന്നു എന്നാണ്. ഇതാണ് സഹാബത്തിന്റെ മാതൃക. ആ ഹിലാല് ഉയർന്നു കാണുന്ന ആ സമയം മുതൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് ആ കറക്കള മുഴുവൻ കഴുകി വൃത്തിയാക്കിയ ശേഷമായിരുന്നു ഞങ്ങൾ റമദാനിലേക്ക് പ്രവേശിച്ചിരുന്നത്. അങ്ങനെയാണ് റമദാനിനെ ഞങ്ങൾ സ്വീകരിച്ചിരുന്നത് എന്നാണ് മുൻഗാമികൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ പോയിട്ടുണ്ട് ക്ലിയർ ആക്കുക. എന്നാ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണവും കാര്യങ്ങളൊക്കെ അള്ള സ്വീകരിക്കും. അല്ലെങ്കിൽ ഇതൊന്നും ആകാശത്തേക്ക് ഉയരില്ല. അതാണ് 6 റമദാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ റമദാനിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പ്രഭാഷണങ്ങൾ കേട്ടും മനസ്സിലാക്കിയും പഠിച്ചും ഉൾക്കൊണ്ടുകൊണ്ട് ഈ റമദാനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു മേഖലയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ട 6 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 7ാമത്തെ ഒരു വിഷയം, റമദാനായി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കൽ ധാരാളം ആളുകൾ കലക്ഷനുമായി വരും, സംഭാവനകൾ ചോദിച്ചുകൊണ്ട് വരും. അവരോട് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നതുകൂടി നമ്മൾ കൃത്യമാക്കേണ്ടതുണ്ട്, വ്യവസ്ഥപ്പെടുത്തേണ്ടതുണ്ട്. അതിന് തൃപ്തിയോടുകൂടിയായിരിക്കണം നമ്മളത് നൽകേണ്ടത്. അതോടൊപ്പം തന്നെ ലക്ഷ്യബോധത്തോടു കൂടിയായിരിക്കണം നമ്മളത് കൊടുക്കേണ്ടത്. ഒന്ന് തൃപ്തി വേണം, രണ്ടാമത് ആ കൊടുക്കുന്നതിൽ നമുക്കൊരു ലക്ഷ്യം വേണം. എന്തെങ്കിലുമൊക്കെ കൊടുത്തുങ്ങാണ്ട് വിടുക എന്നുള്ള രീതിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരിക്കലും വരുന്ന ആളുകളെ നമ്മൾ ഒരു നിഷേധ സ്വഭാവത്തിൽ മടക്കാൻ പാടില്ല. ചില ആളുകൾ പറയും, എന്താണ് ഈ റമദാൻ മാസത്തിൽ ഇങ്ങനെ കലക്ഷൻ, ഇങ്ങനെ സംഭാവന എന്നൊക്കെ. അതിന് കാരണമുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താ കാരണം എന്നറിയോ? റമദാൻ മാസത്തിൽ കൂടുതൽ ദാനം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് റസൂലുള്ള ചെയ്ത് മാതൃക കാണിച്ചിട്ടുണ്ട്. വകാന ജിബ്രീലു അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിന്റെ എല്ലാ രാത്രികളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയിരുന്നു. ആ കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ റസൂലുള്ള 2 കാര്യത്തിൽ വ്യാപൃതരായിരുന്നു. ഒന്ന്, ഫയുദാരിസുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ ദർസ്. 2, ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിൻ റീഹിൽ മുർസല, കാറ്റടിക്കുന്ന വേഗതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനം നൽകുന്നതായിട്ട് കണ്ടിരുന്നു എന്നാണ്. കാറ്റടിക്കണ വേഗത, അതിന്റെ വേഗത എത്രയും നോക്കി നിങ്ങൾ. അപ്പൊ അത് കേട്ടാൽ തോന്നുന്നു നമുക്ക് റസൂലുള്ള ഭയങ്കര കോടീശ്വരനായിട്ട് സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ ഒരു മട്ടുപ്പാവിന്റെ മുകളിൽ ഇരുന്ന് എല്ലാവർക്കും ഇങ്ങനെ വീതം വെച്ച് കൊടുക്കുന്നു, അതിനു മാത്രം ധനാഢ്യനാണ്. അല്ല, റസൂലുള്ള വഫാത്താകുന്ന സമയത്ത് തന്റെ പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ പണയത്തിലായി. അത്രമേൽ ദരിദ്രനായി. എവിടെയെങ്കിലും കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈത്തപ്പനയുടെ ഓലയുടെ അടയാളം ശരീരത്തിൽ, ആ ചുവന്ന ശരീരത്തിൽ കാണുമായിരുന്നു. അത്ര പ്രയാസപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. മാസങ്ങളോളം പ്രവാചകന്റെ അടുക്കളയിൽ പുക ഉയരാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനില്ലാതെ രാത്രി വിശപ്പ് പൊറുക്കാതെ പുറത്തിറങ്ങി നടന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അവസ്ഥക്കാർക്ക് നമുക്ക് ആർക്കെങ്കിലുണ്ടോ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കാറ്റടിക്കുന്ന വേഗതയിൽ ദാനം ചെയ്തിരുന്നു എന്ന് പറയുന്നത്. ഏതിലെ? ഈ റമദാൻ മാസത്തിൽ. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രതിഫലമാണ്. 70-700 ഇരട്ടിയും പ്രതിഫലം കിട്ടുന്ന നാളാണ്, ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ്. അത് കൊടുക്കാൻ പറഞ്ഞത് കൊണ്ട് അത് വാങ്ങാൻ ആൾക്കാർ വരും. എന്തിനാ വാങ്ങണത്? ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാ. അതുകൊണ്ട് നമ്മൾ അതിന് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത ഇതിനോട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് കഴിയില്ലെങ്കിൽ അത് നല്ല വർത്തമാനം നമ്മൾ പറയാന്നല്ലാതെ അതിനെ മോശമാക്കി സംസാരിക്കുന്ന ഒരു രൂപം ഒരിക്കലും വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ലക്ഷ്യബോധം വേണമെന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ,
പ്രധാനമായും ഈ പ്രാവശ്യത്തെ റമദാനിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട 2 കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇപ്രാവശ്യം ദാനം നൽകാൻ ഉദ്ദേശിക്കുന്ന ദാനത്തിൽ നിന്ന് പ്രധാനമായി നൽകേണ്ട 2 ലക്ഷ്യബോധമുള്ള കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിൽ ഇന്ന് ശിർക്കും ബിദ്അത്തും മതനിരാസവും ലിബറലിസവും വൻതോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്താകട്ടെ പൗരത്വം പോലും നമുക്ക് നിഷേധിക്കാനുള്ള സ്റ്റെപ്പുകൾ മറുഭാഗത്ത് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ കലുഷിതമായൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ കാലത്ത് ഇസ്ലാമിക പ്രബോധനം വളരെ ചടുലമായി നടക്കുക എന്നതും ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കുമ്പോൾ എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ പറയണം. കണ്ട ചാനലുകളിലും ചർച്ചകളിലുമൊക്കെ ദിവസവും ഇസ്ലാമിനെയാണ് കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെന്താ ചെയ്യുക? അത് കാണും, ഇങ്ങനെ പറയുന്നുണ്ട് എന്നുകൊണ്ട് സങ്കടം പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകും. പോരല്ലോ, ഇതിനെതിരിൽ നമ്മൾ പ്രബോധനങ്ങൾ നടത്തണം. ആ പ്രബോധന പ്രവർത്തനം, ഒരു വർഷത്തെ കേരളത്തിലെ മുഴുവൻ പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് നമ്മൾ കലക്ട് ചെയ്യുന്നത് റമദാൻ മാസത്തിലാണ്. അപ്പൊ നിങ്ങളുടെ നല്ല ഒരു വിഹിതം നിങ്ങൾ അതിലേക്ക് മാറ്റി വെക്കണം. നമ്മൾ ആ കൊടുത്ത പണം കൊണ്ട് ആർക്കെങ്കിലും ഹിദായത്ത് കിട്ടിയാൽ അതിന്റെ ഗുണം നമുക്ക് നാളെ പരലോകത്ത് നമ്മളെ ഖബറിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ചെറിയ കാര്യമല്ല. ഒന്നതാണ്. രണ്ടാമത്തത്, ഭാവിയിൽ പണ്ഡിതന്മാരെ വാർത്തെടുക്കേണ്ടതുണ്ട്. ആ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കോളേജുകൾ സ്ഥാപിച്ച് നടപ്പാക്കുന്നത്. ജാമിയ അൽ ഹിന്ദ് അതിനുവേണ്ടി നമ്മൾ സ്ഥാപിച്ച സ്ഥാപനമാണ്. ഇപ്പൊ നമ്മൾ ഈ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം, ഇവിടെയുണ്ട് നമുക്കൊരു കോളേജ്. ഇവിടെയും 10-50ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളെ പണ്ഡിതന്മാരായി പുറത്തിറക്കി കഴിഞ്ഞാൽ അവർ മുഖേന ഇവിടെ ഉണ്ടാകുന്ന ഖൈർ നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. ഈ കാര്യത്തിനും ഈ സ്ഥാപനങ്ങളുടെ വിഷയത്തിലും നിങ്ങളുടെ ഇപ്രാവശ്യത്തെ റമദാനിന്റെ സംഭാവനയിൽ നിന്ന് നല്ലൊരു വിഹിതം അതിലേക്കും നിങ്ങൾ നീക്കി വെക്കണം. അതല്ലാതെ നമുക്ക് ഇഷ്ടമല്ലാതെ ആരെങ്കിലും 100-200 ചോദിച്ചാൽ എന്തിനാതൊന്നുമില്ല അങ്ങനെ എടുത്തു കൊടുത്തു പോണ രീതിയല്ല. മറിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്നും അത് നീയത്ത് വെച്ച് അതിന്റെ കൂലി കിട്ടണമെന്നും വിചാരിക്കണം. അത് നമ്മളെ സ്ഥാപനത്തെ പറ്റി എനിക്ക് നിങ്ങൾ എല്ലാവരോടും ചിന്തിക്കാൻ, നിങ്ങൾ വീട്ടിൽ പോയി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പറയുന്നത്. ഇവിടെ 50 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടികൾ ഫ്രീ ആയിട്ടാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടിയാണ്. അവർക്ക് മുഴുവൻ സമയം ഭക്ഷണം നൽകി അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നല്ല നല്ല മക്കളായി അവർ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് ആ ഒരു കുട്ടിയുടെ, ഇപ്പൊ നമുക്കൊരു കുട്ടിയെ ദീൻ പഠിപ്പിക്കാൻ നമ്മളെ കുട്ടിയായിട്ട് കിട്ടിയിട്ടില്ല എന്നെങ്കിൽ വേറൊരു കുട്ടിയെ നമുക്ക് ദീൻ പഠിക്കാൻ സഹായിച്ചു കൊടുക്കാം. ഈ 50 കുട്ടികളെ ഓരോരുത്തർ അവരുടെ ചെലവ് ഏൽക്കുകയാണ് എങ്കിൽ വളരെ സുഖമായി നമുക്ക് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ അതിന്റെ കണക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു കുട്ടിക്ക് നമ്മൾ കണക്കാക്കുന്നത് ഒരു ദിവസം 130 രൂപയാണ് ഭക്ഷണത്തിന് കണക്കാക്കുന്നത്. അവന്റെ ട്യൂഷൻ ഫീ കൂട്ടി കഴിഞ്ഞാൽ 50 രൂപ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസത്തിന് 180 രൂപയാണ് ഒരു കുട്ടിയുടെ ചെലവ്. അത് ഒരു മാസമാകുമ്പോൾ 5400 രൂപ ഉണ്ടാവും. ഒരു 6 മാസമാകുമ്പോൾ 32,400 രൂപ ഉണ്ടാവും. ഒരു വർഷത്തിന് ഒരു കുട്ടിക്ക് വരുന്ന ചെലവ് 64,800 രൂപയാണ്. ഇതിലിരിക്കുന്ന പല ആളുകളും വിചാരിച്ചാൽ ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങളിത് ഇന്ന് തരണമെന്നില്ല, ഒരു കൊല്ലം കൊണ്ട് കൊടുത്താൽ മതി. ഒരു വർഷം കൊണ്ട് വരുന്ന ചെലവാണ്. ഒരു വർഷം കൊണ്ട് കുറേശ്ശെ ഗഡുക്കളായി കൊടുത്തു. പക്ഷെ വിവരം നിങ്ങൾ നേരത്തെ പറയണം. കാരണം ആ 60 കുട്ടികൾ ആ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരാളോട് പറയാൻ പറ്റൂല. അതുകൊണ്ട് ആ കാര്യം നേരത്തെ പറയണം. വേണമെങ്കിൽ എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് പറയാം. അത് നിങ്ങൾ ഈ റമദാൻ മാസത്തിൽ ഒരു നിയ്യത്താക്കി എടുത്തുകൊണ്ട് ഒരു കുട്ടിയെ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ല അതിന്റെ ഒരു പകുതി ചെലവ് കഴിയുമെങ്കിൽ അങ്ങനെ നമ്മുടെ സമ്പത്ത് കൊണ്ട് ഒരു കുട്ടി പഠിച്ചിറങ്ങി അവൻ മരണപ്പെടുന്നത് വരെ നടത്തുന്ന ഖുതുബകൾ, ക്ലാസുകൾ, അവനിലൂടെ കിട്ടുന്ന വെളിച്ചങ്ങൾ, അവനൊരു പ്രബോധകനായ ഈ രാജ്യത്ത് ലഭിക്കുന്ന നന്മകൾ, ഇതിന്റെ ഒക്കെ ഒരു പങ്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കും. മുമ്പ് നമ്മൾ സോളാറിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഖബറിലാണെങ്കിലും അവർ മുഖേന ഉണ്ടായ എന്തൊക്കെ ഹൈർ ഈ നാട്ടിലുണ്ടോ അതിന്റെ ഒക്കെ ഒരു പങ്ക് നമുക്ക് നാളെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത്രയും മഹത്തരമായ ഒരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾ റമദാൻ മാസത്തിൽ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. പറഞ്ഞതിന്റെ ചുരുക്കം അത്രയേ ഉള്ളൂ. ദാനം നൽകുമ്പോൾ എന്തിനു നൽകുന്നു, അതിന്റെ മഹത്വം എത്രയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നൽകണം, തൃപ്തിയോടുകൂടി നൽകണം. അങ്ങനെ ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. മഹത്വം അറിഞ്ഞ് നമ്മൾ നോമ്പ് നോൽക്കുക, സോഷ്യൽ മീഡിയകളെ നമ്മൾ നിയന്ത്രിക്കുക, വിശുദ്ധ ഖുർആനിനെ ചേർത്ത് പിടിക്കുക, അതുപോലെ തന്നെ നമസ്കാരം ചിട്ടപ്പെടുത്തുക, പ്രാർത്ഥന അധികരിപ്പിക്കുക, പിണക്കങ്ങൾ എവിടെയും ഉണ്ടെങ്കിലും അത് അവസാനിപ്പിക്കുക, ദാനം തൃപ്തിയോടുകൂടി നൽകുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും വിശുദ്ധ ഖുർആൻ പാരായണവും എല്ലാം അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് തക്കതായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വരാനിരിക്കുന്ന മുഴുവൻ നോമ്പും ആരോഗ്യത്തോടുകൂടി ആ നോമ്പ് നോറ്റുകിട്ടുവാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.